ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ചിന്ത എഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ബാബിലോണിലെ പ്രവാസ ജീവിതം നയിക്കുന്ന ഇസ്രായേൽ മക്കളെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ പ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ജനത്തെ ദൈവികമായ വിശ്വാസത്തിലേക്ക് നടത്തുന്ന, അവരെ ഉദ്ധരിക്കുവാൻ, അവരെ ആ പ്രവാസത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് എഹെസ്കേൽ പ്രവാചകനിലൂടെ പറയുന്ന ദൂതുകളാണ് നമ്മൾ എഹെസ്കേൽ പ്രവചനം മുഴുവനായി കാണുന്നത്. ദൈവം ആ ജനത്തിനു വേണ്ടി ചെയ്യുന്ന വൻ കാര്യങ്ങളെക്കുറിച്ച് എഹെസ്കേൽ ആ പ്രവാസികളുടെ ഇടയിൽ കാണുന്ന ദൂതുകളാണ്. യഥാർത്ഥമായി ഒന്നുകൂടെ പറഞ്ഞാൽ, പ്രവാസത്തിൽ വന്നിരിക്കുന്ന ജനം മുഴുവൻ അവരുടെ വിശ്വാസവും പ്രത്യാശയും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ആ കാലഘട്ടത്തിൽ ബാബേൽ നദിയുടെ തീരത്ത് ഇരുന്ന് സിയോന്റെ ഗീതം പാടാൻ ജാതികളിലായ ആളുകൾ പറയുമ്പോൾ പാടാൻ നാവുകൾ പൊന്താതെ, അതിൻ്റെ സന്തോഷം പറയാൻ കഴിയാതെ കരയുന്ന ജനത്തിൻ്റെ ഇടയിലിരിക്കുന്ന എഹെസ്കേൽ. പക്ഷെ എഹെസ്കേൽ കാണുന്ന ദർശനങ്ങളൊക്കെ ദൈവം തനിക്കും തൻ്റെ ജനത്തിനു വേണ്ടിയും ചെയ്യുന്ന വൻ കാര്യങ്ങളെക്കുറിച്ച്. 37 അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ എഹെസ്കേലിനെ ഒരു അസ്ഥിയുടെ താഴ്വരയിലേക്ക് കൊണ്ടുവരിക. ദൈവം എഹെസ്കേലിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന്. പ്രൈസ് ലോർഡ്. ഈ അസ്ഥികൾ, അതിൻ്റെ രൂപം ഒക്കെ മാറി, അസ്ഥിയിൽ നിന്ന് പോലും വേർപെട്ട് ഇരിക്കുന്ന ആ താഴ്വര ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരു കാലത്തും തിരിച്ച് ഒരു സൈന്യമായി, ഒരു ശക്തമായ ജനമായി വരിക എന്നുള്ളത് എഹെസ്കേലിന് പറയാൻ കഴിയത്തില്ല. എഹെസ്കേലിനോട് ദൈവം ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും എഹെസ്കേലിനില്ല. പക്ഷേ എഹെസ്കേൽ പറയുന്ന ഒരു ഉത്തരം, കർത്താവായ യഹോവേ, നീ അറിയുന്നു എന്ന്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു അറിവ് അതാ, ദൈവം എല്ലാം അറിയുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോകുന്നതും നമ്മൾ നിൽക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതയും വേദനകളും എല്ലാം അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. മറ്റൊന്നുകൂടെ പറഞ്ഞാൽ, എഹെസ്കേൽ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അവൻ പറയുകയാ, ഞാൻ മിണ്ടുന്നില്ല, എനിക്കൊന്നും പറയാൻ ഇതിനെക്കുറിച്ചില്ല, എല്ലാം നീ അറിയുന്നു. എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ തൻ്റെ അറിവുകളെല്ലാം സമർപ്പിച്ചു നിൽക്കുന്ന എഹെസ്കേലിനെയാണ് ഇവിടെ കാണുന്നത്. ഒന്നുകൂടെ നമ്മൾ ചിന്തിച്ചാൽ, സ്തോത്രം, ഇതേ ഒരു പദം തന്നെ നമുക്ക് യോബിൻ്റെ പുസ്തകത്തിലും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. 42 അധ്യായം 2-ാമത്തെ വാക്യം. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. മനുഷ്യർ ചോദിച്ച ഒത്തിരി ചോദ്യങ്ങൾ യോബിനോടുണ്ട്. യോബിന്റെ 4 സ്നേഹിതന്മാർ മാറി മാറി ചോദിച്ചപ്പോഴൊക്കെ യോബ് ഉത്തരം പറഞ്ഞു. പക്ഷേ യഹോവയായ ദൈവം തന്നോട് ചോദിച്ച ഒരു ചോദ്യത്തിനു പോലും യോബ് ഉത്തരം പറഞ്ഞില്ല. പക്ഷേ ഇവിടെ യോബ് തന്നെ സമർപ്പിച്ചു പറയുകയാണ്, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആ അറിവ് ഏറ്റവും വലിയൊരു അറിവ്.
തന്നെ തന്നെ സമർപ്പിക്കുന്ന, എന്ന് വെച്ചാൽ ദൈവമേ നീ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഒരു ഉത്തരവും എനിക്ക് പറയാനില്ല, പകരം ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു മനോഭാവം. ഇന്ന് പകൽക്കാലം ദൈവജനമേ, ആ ഒരു മനസ്സ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ബാക്കിയെല്ലാം ദൈവം ചെയ്യുവാൻ തുടങ്ങും. നമ്മൾ മോശയെക്കുറിച്ച് ഒത്തിരി വാക്കുകൾ പറയാറുണ്ട്. 25 ലക്ഷം ജനത്തെ നയിച്ച ഒരു അഗ്രഗണ്യ ജേതാവായൊക്കെ മോശയെ പറയാൻ കഴിയും. മോശയെ പുറത്തു നിന്ന് നോക്കിയാൽ ഒത്തിരി ക്വാളിറ്റി നമുക്ക് എഴുതി പിടിപ്പിക്കുവാൻ, പറഞ്ഞു ഫലിപ്പിക്കുവാനൊക്കെ കഴിയും. പക്ഷെ മോശയുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് പഠിച്ചാൽ ആളുകളൊക്കെ മോശയോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ അവിടെ മോശ തിരിഞ്ഞ് അവരോട് ഉത്തരം പറയാതെ സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കമന്നു കിടക്കുന്ന മോശയെ നമുക്ക് കാണാൻ കഴിയണം. ജനം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും പലപ്പോഴും മോശയ്ക്ക് ഉത്തരവൊന്നുമില്ല. പക്ഷേ എല്ലാം അറിയുന്നവന്റെ മുമ്പിൽ വീണ് കിടക്കുന്ന മോശയുടെ ആ ചിത്രം പലപ്പോഴും എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, അനേകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ഉത്തരം കാണണമെന്നില്ല. പക്ഷേ ബുദ്ധിപരമായിട്ട് നോക്കിയാൽ എഹെസ്കേലിനെ പോലെ അവിടെ ഒരു ഉത്തരവും പറയാൻ എഹെസ്കേലിന് പറ്റത്തില്ല. കാരണം അസ്ഥിയിൽ നിന്ന് വേർപെട്ടു പോയതാ. പക്ഷെ എഹെസ്കേൽ പറഞ്ഞ ഒരു ഉത്തരമേ ഉള്ളൂ, കർത്താവായ യഹോവേ നീ സകലതും അറിയുന്നു. പകൽക്കാലം ആ അറിവിലേക്ക് നമുക്കൊന്ന് അടക്കപ്പെടാം. കർത്താവിന് സകലതും അറിയാം. ഈ അസ്ഥി ഒന്നിക്കുമെന്നും അതൊരു സൈന്യമായി എഴുന്നേൽക്കുമെന്നും ബാബേലിന് ഇവരെ ഒതുക്കി വെക്കാൻ കഴിയുകയില്ലെന്നും ബാബേലിന്റെ ശക്തി കെട്ടുപോകുമെന്നും ഒരു കോരശിനെ രംഗത്ത് കൊണ്ടുവരുമെന്നും കോരശിനിലൂടെ ഈ ജനത്തെ ഹല്ലേലൂയ സ്തോത്രം പുറപ്പെടുവിക്കുമെന്നും ഒക്കെ അറിയുന്ന ദൈവം, ആ ദൈവത്തിന് മുമ്പിൽ ഇന്ന് പകൽക്കാലം സമർപ്പിക്കാം. മനുഷ്യർ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ദൈവം ഒരു പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കാണാം. ഇതിനൊന്ന് ഉത്തരം പറയാൻ നമുക്കൊട്ടും കഴിയാതെ പോകാം. പക്ഷേ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയുന്ന, ഉത്തരം പറഞ്ഞു തരാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ മോശ കിടക്കുമ്പോൾ ദൈവം മോശയോട് പലപ്പോഴും ഉത്തരം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുഷ്യർ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറഞ്ഞു കൊടുത്തു. വീണ്ടും അവനെ ശക്തനാക്കി രംഗത്ത് കൊണ്ടുവന്ന് വീണ്ടും ആ ജനത്തെ നടത്തുവാൻ തക്കോണം മോശയെ വീണ്ടും കർത്താവ് ശക്തനാക്കിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നിനക്കറിയാത്ത ഉത്തരങ്ങൾ ദൈവം പറഞ്ഞു തരും. നിനക്കുത്തരം ഹല്ലേലൂയ സ്തോത്രം ദൈവം തന്ന് നമ്മെ നടത്തും. ആ ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആ സമർപ്പണത്തിനായി പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കോ ഒന്നും പലപ്പോഴും ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ എല്ലാ ഉത്തരവും അറിയുന്ന അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അതെ, ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും അങ്ങ് ഞങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കും എല്ലാം അങ്ങയ്ക്കൊരു ഉത്തരമുണ്ട്. അതറിഞ്ഞ്, അത് പറഞ്ഞു തന്ന്, അത് കാണിച്ചു തന്ന് ഞങ്ങളെ മുന്നോട്ട് നടത്തണമേ. അതേ കർത്താവേ, ഒരിക്കലും അങ്ങ് ഉത്തരം മുട്ടിക്കുന്നവനല്ല. ഉത്തരം പറഞ്ഞു തരികയും ഹല്ലേലൂയ ഉത്തരം കാണിച്ചു തരികയും ചെയ്യുന്ന ദൈവം അങ്ങാവുന്നതുകൊണ്ട് സ്തോത്രം. ആ അറിവ് ഞങ്ങൾക്കെല്ലാം തരുന്നതോർത്തു സ്തോത്രം. എല്ലാം അറിയുന്ന അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. അതാ ഞങ്ങളുടെ സന്തോഷം. ഈ പകൽക്കാലത്തെ ആനന്ദവും അതാ. ജനത്തെ വചനം വെച്ച് അനുഗ്രഹിക്കണം. അവർക്ക് ഉത്തരങ്ങളെ പറഞ്ഞു കൊടുത്ത്, ഉത്തരങ്ങളെ കാണിച്ചു കൊടുത്ത് ഞങ്ങളെ വീണ്ടും അനുഗ്രഹിച്ച്
വീണ്ടും കർമ്മപഥത്തിൽ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ശക്തീകരിക്കുന്ന ഓർത്തു സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ദിനം. ജീവിതത്തിൻ്റെ ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.